അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേട്ടറ്റ് അറബിക്കിന് ഒരു പ്രധാനപ്പെട്ട പേപ്പറാണ് പെഡഗോഗി. ആ വിഷയവുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ക്ലാസ്സാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട ചില ലേണിംഗ് പ്രോഗ്രാമുകളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അത്തഅലീം അൽ മുബർമജ്, പ്രോഗ്രാംഡ് ലേണിംഗ്. പ്രോഗ്രാംഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ലേണിംഗ് തിയറിയാണത്. പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്നും അതിന് പേരുണ്ട്. ഒരു തത്വത്തെ, കോമൺ ആയിട്ടുള്ള ഒരു തത്വത്തെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചെറിയ ഇൻസ്ട്രക്ഷൻസായി നമ്മൾ കുട്ടിക്ക് നൽകുന്നതിനാണ്. ഒരു ജനറൽ ഐഡിയ സബ് ഐഡിയകളാക്കി കുട്ടിക്ക് നൽകുന്നതാണ് പ്രോഗ്രാംഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഈ ചെറിയ ചെറിയ സബ് ഐഡിയകളെ നമുക്ക് ഫ്രെയിം എന്ന് വിളിക്കാം. അത്തഅലീമുൽ മുബർമജ് നൗഉം മിന ടെക്നിക്കാത്ത് അൽ ഹദീസ, ഇതൊരു ആധുനിക ടെക്നിക്കാണ്. അല്ലത്തി ബുനിയത് അല അസാസി മബാദിഇ ഇൽമിൻ നഫ്സ് അത്തർബവി, എഡ്യൂക്കേഷണൽ സൈക്കോളജിയെ ബേസ് കൊണ്ടാണ് ഈ ഒരു തിയറി ഉണ്ടാക്കിയിരിക്കുന്നത്. തഹ്തവി അത്തഅല്ലും അൽ മുബർമജ് തജാറുബ് അദ്ദിറാസിയ അൽ മുറത്തബ അൽ മുദഖഖ, വളരെ മുറത്തബത്തായ, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് ഇത്. യുനഫിദ് ഹാദ ഐലൻ മബാദിഅ ഇൽമുൻ നഫ്സ് അത്തർബവി വ തക്നീക്കിയ ഫി അമലിയത്തി ദിറാസ, പഠന പ്രവർത്തനങ്ങളിൽ സൈക്കോളജിക്കൽ, എഡ്യൂക്കേഷണൽ സൈക്കോളജിയെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഇത് പ്രാവർത്തികമാക്കുന്നത്. വമിൻ അഗ്റാദിഹി അൽഹാമ തസ്വീദുൽ ഫുർസാത്ത് ലിത്തഅല്ലുമി ദാത്തി, കുട്ടിക്ക് സ്വയം പഠിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ നൽകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത്തഅല്ലുമുൽ മുബർമജ് തെക്നിക്കിയ ലിത്തഅല്ലും അദ്ദാത്തി വത്തസ്ഹീഹ്, കുട്ടിക്ക് സ്വയം പഠിക്കാനും സ്വയം തിരുത്താനുമുള്ള അവസരമാണ്. തുഖദ്ദിമുൽ മവാദ ദിറാസിയ അമാമ ത്വലബ ഫി നിളാമിൻ മുറത്തബിൻ മർഹലതൻ ബഅദ മർഹലത്തിൻ, വളരെ സിസ്റ്റമാറ്റിക്കായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കുട്ടിയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ബാദൻ ഖസ്സമഹ ഇല വഹദാത്ത് സഗീറ, ചെറിയ ചെറിയ സബ് ഐഡിയകളാക്കി മാറ്റിക്കൊണ്ട്. യുഖാലു ലികുല്ലി വാഹിദ് മിൻഹാൽ ഇത്വാർ, ഈ സബ് ഐഡിയാസിനെ നമുക്ക് ഫ്രെയിം എന്ന് വിളിക്കാം. വതകൂനു ഹാദിഹിൽ ഇത്വാറാത്ത് മുറത്തബതൻ ഹസ്ബ മുസ്തവ സുഉബാത്ത് വൽ മആയീറിൽ മിൻതഖിയ. അപ്പോൾ ഈ ചെറിയ ഫ്രെയിം കുട്ടിയുടെ പഠന പ്രയാസത്തിൻ്റെ നിലവാരം അനുസരിച്ചായിരിക്കും നമ്മൾ നൽകുന്നത്. വമാഹ സുആൽ, അതോടൊപ്പം കുറച്ച് ചോദ്യങ്ങളും നൽകും. വൈദ അസ്വാബ യുഅദ്ദിനു ലഹു ബിത്തഖ്ദീം വയംനഹുൽ ഇത്വാർ ആഖർ, അങ്ങനെ അടുത്ത ഫ്രെയിമിലേക്ക് കടക്കും, അടുത്ത സബ് ഐഡിയയിലേക്ക് കടക്കും. വഹാക്കദ യസ്തമിറു ഇല ആഖിരിൽ മാദ്ദ, അങ്ങനെ അതിൻ്റെ കംപ്ലീറ്റ് ചെയ്യുന്നു. ആ ഒരു ജനറൽ ഐഡിയ കംപ്ലീറ്റ് ചെയ്യുന്നവരെ ഓരോ സബ് ഐഡിയാസ് ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫായിദകൾ എന്താണെന്ന് വെച്ചാൽ, തഖ്സീമുൽ മവാദ് ഇല വഹദാത്ത്, ഒരു ജനറൽ ഐഡിയയെ സബ് ഐഡിയകളാക്കി മാറ്റാൻ കഴിയുന്നു. യുഖദ്ദിമുൽ മവാദ് അല തർത്തീബിൻ മുതദരിജിൻ മുതതാബിയാൻ, വളരെ ലീനിയറായിട്ട്, വളരെ എന്താ പറയുക, തുടർച്ചയായിട്ടുള്ള, എന്നാൽ മുതദരിജായിട്ടുള്ള, ഘട്ടം ഘട്ടമായി തുടർച്ചയായിട്ട് നമുക്ക് കുട്ടിക്ക് വിഷയം എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നു. തയഖുനു ഇജാബത്തു ത്വാലിബ് ബിസ്സഹീഹ് അവിൽ ഖതർ, ശരിയോ തെറ്റോ എന്ന് കുട്ടിക്ക് തന്നെ ബോധ്യപ്പെടുന്ന രീതിയിൽ ചെയ്തു കൊടുക്കാൻ കഴിയുന്നു. യുഖദ്ദിറു ത്വാലിബ് അൻ യതഖദ്ദമ ബിദൂന അൻ യഅതബിറ തുല്ലാബൽ ആഖിരീൻ, മറ്റു കുട്ടികളെ പരിഗണിക്കാതെ കുട്ടിക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അടുത്തത് അൻ നളിരിയത്തുൽ മഅരിഫിയ്യ, കോഗ്നിറ്റീവ് തിയറി. ഈ തിയറിയുടെ ആരാണ് ഈ തിയറിയുടെ ആളുകൾ എന്ന് ചോദിച്ചാൽ, ഹും ബ്രൂണർ വ പിയാഷെ വ സച്ച്മാൻ, ഇവരൊക്കെയാണ് ഇതിൻ്റെ ആളുകൾ. വയറവന അന്ന തഖല്ലുൽ അൽ ഫിക്ർ അൽ ഇൻസാനി യുഅസ്സിറു അല ദവാഫിയ, മനുഷ്യന്റെ ചിന്തയെ സ്വാധീനിക്കുന്നു. അദ്ദവാഫിയ, പല സ്റ്റിമുലസ് റെസ്പോൺസുകളും പല സാഹചര്യങ്ങളും. അവിൽ ഹാഫിർ വഹുനാക തഅസീറുൻ ഹാമുൻ ലിവഈൽ ഇൻസാൻ ഫി സുലൂക്കിൽ മുസ്തഖ്ബിൽ, മനുഷ്യന്റെ സ്വഭാവത്തെയും മനുഷ്യന്റെ ബുദ്ധിയെയും അത് സ്വാധീനിക്കുന്നു.
വൽ ഇദ്രാക് വ തഫ്സീർ വൽ ഇഖ്തിയാർ വ തദ്ഖീർ വ ഇസ്തിഖ്ദാമുൽ മഅലൂമാത്ത് ഫിൽ ബിഅ. മനുഷ്യൻ്റെ ഇദ്രാക്ക്, അവൻ്റെ ബുദ്ധിയെയും, വ തഫ്സീർ അവൻ്റെ വിവരണാത്മക കഴിവിനെയും, വൽ ഇഖ്തിയാർ അവൻ്റെ സെലക്ഷൻ്റെ കഴിവിനെയും, വ തദ്ഖീർ വ ഇസ്തിഖ്ദാമുൽ മഅലൂമാത്ത് മിനൽ ബിഅ സാഹചര്യത്തിൽ നിന്നും വിജ്ഞാനം നേടിയെടുക്കുന്ന അവൻ്റെ കഴിവിനൊക്കെ ഇത് സ്വാധീനിക്കും. വഹാദിഹി കുല്ലുഹ അമലിയത്തുൻ ഖതീറത്തുൻ അല്ലതി യുഅസ്സിറു ദവാഫിഉൽ ഹാദിർ അവിൽ മുസ്തഖ്ബിൽ. നിലവിലുള്ള സ്റ്റിമുലസുകൾ അല്ലെങ്കിൽ ഭാവിയിൽ വരാൻ പോകുന്ന അവൻ്റെ സ്റ്റിമുലസുകൾ, ഇതിനെയൊക്കെ ഇത് സ്വാധീനിക്കും. വഹാദിഹി നദരിയ തഹ്തമു ബിൽ അസാസിയാത്തി താലിയ. താഴെ പറയുന്ന ബേസാണ് ഇതിനുള്ളത്. തഅല്ലുമു കൈഫിയത്തു തഅല്ലും, എങ്ങനെ പഠിക്കണമെന്നത് കൃത്യമായി ഇത് നിർവചിക്കുന്നു. അത്തഅല്ലും ബിൽ ഇഖ്തിറാ, കണ്ടെത്തലിലൂടെയുള്ള പഠനം. തദ്രീജുൽ മവാദ് ദിറാസിയ ഹസ്ബൽ ഹാലാത്തി തൻമവിയ ലിത്തുല്ലാബ്, കുട്ടിയുടെ വളർച്ചയ്ക്കനുസരിച്ച് വിഷയത്തെ തദ്രീജ് ഘട്ടം ഘട്ടമായി നൽകാൻ സാധിക്കുന്നു. അത്തഫാഉൽ നിലാമി ബൈന ത്വാലിബ് വൽ മുഅല്ലിം, അധ്യാപകനും കുട്ടിക്കുമിടയിൽ ഒരു റെഗുലർ ആക്ടിവിറ്റി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. അത്വാലിബ് യത്ലുബ് ബി ത്വബിഅതിഹി, കുട്ടി അവൻ്റെ നാച്ചർ അനുസരിച്ച് തന്നെ പഠന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. യുംകിനു ത്വാലിബ് തഹ്ലീൽ ഇസ്തിറാത്തീജിയ തഫ്കീറുഹു, സ്ട്രാറ്റജിക്കലായിട്ട് തന്നെ ആ കുട്ടിക്ക് അവൻ്റെ ചിന്തയെ തഹ്ലീൽ നടത്താൻ സാധിക്കുന്നു. അടുത്തത് അൻ നളിരിയത്തു സുലൂക്കിയ, ബിഹേവിയറിസം. കാനത്തി തർബിയ തഖൂം അലാ ഖവാഇദി നളിരിയത്തി സുലൂക്കിയ ഹത്താ വാഖിരി സിത്തീനാത്ത്. 60-ാം നൂറ്റാണ്ട് വരെ നളിരിയത്തു സുലൂക്കിയത്തിനെ, ബിഹേവിയറിസത്തെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു വിദ്യാഭ്യാസം. വ സുലൂക്കിയ തഖൂൽ, ബിഹേവിയറിസം പറയുന്നത് അന്ന ദിറാസത്തു സുലൂക് ലിൽ ഇൻസാനി വൽ ഹയവാൻ ഹുവ മൗളൂഉ ഇൽമുൻ നഫ്സിൽ ഹഖീഖി. യഥാർത്ഥത്തിൽ സൈക്കോളജി എന്ന് പറയുന്നത് ഒരാളുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനമാണ്. വ മുഅലമു ഖവാഇദുഹാ മബ്നിയൻ അലാ ഇഖ്തിബാരി സുലൂക്കിൽ ഹയവാനാത്ത് വ തജ്രിബത്തുഹാ. അതുകൊണ്ട് തന്നെ സൈക്കോളജിയുടെ ഓരോ തിയറിയും ഉണ്ടാക്കിയിരിക്കുന്നത് മൃഗങ്ങളിലുള്ള അതിൻ്റെ സ്വഭാവത്തെ ബേസ് ചെയ്തുകൊണ്ടാണ്. വ കസീറു മിൻഹാ ലാ യത്തഫിഖു മഅ ഹാലാത്തിൽ ഇൻസാൻ, എന്നാൽ മിക്കതും അത് മനുഷ്യന്റെ സ്വഭാവവുമായിട്ട് അതിന് യാതൊരു ബന്ധമുണ്ടാവണമെന്നില്ല. കമാ അന്നഹ ആജിദത്തുൻ ലിമുആജലജതി ഖലായാഹു ദാത്തിയ, മനുഷ്യന്റെ വ്യക്തിപരമായ പ്രശ്നങ്ങളെ അത് കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയും വരാറുണ്ട്. വമിൻ അസ്ഹാബി ഹാദിഹി നളിരിയ പൗലോ, ഇതിൻ്റെ അപ്പോസ്തലൻ എന്ന് പറയുന്നത് പൗലോയാണ്. വ തൊണ്ടേക്കും വ സ്കിന്നറുമാണ്. പൗലോ, തൊണ്ടേക്ക്, സ്കിന്നർ. വയറൗന അന്ന തഅല്ലുമ അമലിയ മെക്കാനിക്കിയ, വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, പഠനം എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ പ്രവർത്തനമാണ്. അല്ലത്തി തസിലു ഇലാ തസ്വീരി റവാബിത് വബിഹ ത്വാലിബ് യുഖ്തിഉ സുമ യുസീബ്, കുട്ടിക്ക് തെറ്റുന്നു, ആ തെറ്റിൽ നിന്ന് കുട്ടി തിരിച്ചറിവിലേക്ക് എത്തുന്നു. വലിദാ യഹ്താജു തദർറുബ് വ തമറുൻ ഫി അമലിയത്തി ദിറാസ, അതുകൊണ്ട് തന്നെ പഠന പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ആവശ്യമാണ്. എക്സ്പീരിയൻസ് മേക്ക് എ മാൻ പെർഫെക്റ്റ് എന്നുള്ളതാണ് നളിരിയത്തു സുലൂക്കിയത്തിൻ്റെ ഏറ്റവും കാതലായ വശം എന്ന് പറയുന്നത്. അടുത്തത് നളിരിയത്തുൽ ബന്നാഇയ, കൺസ്ട്രക്റ്റിവിസം. കൺസ്ട്രക്റ്റിവിസം പറയുന്നത് വിജ്ഞാനം ഒരിക്കലും നമുക്ക് ഒരു കുട്ടിയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല, അത് കുട്ടി സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നാണ് എന്നാണ്. അൽ ഇൻസാൻ ബിലാശക്ക ഹൈവാനുൻ ഇജ്തിമാഇയുൻ, മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. യബ്നിയൽ ഇൽമു മിൻ ഖിലാലി തആമുലിഹി മഅൽ ഗൈർ, മറ്റുള്ളവരുമായിട്ടുള്ള ഇടപഴകലിലൂടെ മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുന്നതാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. വഹ്തികാഖിഹി ബിൽ മുജ്തമ, സമൂഹവുമായിട്ടുള്ള ഇടപഴകലിലൂടെ. അൽ അവാസിർ ഇജ്തിമാഇയ വ സഖാഫാത്തുൽ മൗറൂസ വ തുറാസുൽ ഗനി വൽ ലുഗ അന്നാബിള കുല്ലുഹാ തുനമ്മി അഖ്ലാനിയത്തുൽ ഫർദ്, സാമൂഹിക ബന്ധങ്ങൾ, അതേപോലെ പൈതൃകങ്ങൾ, അതേപോലെ കൾച്ചറുകൾ, ഭാഷ, ഇതൊക്കെ മനുഷ്യന്റെ ബുദ്ധിയെ വളർത്തുന്നു. വൽ അമാലുൽ ഖൽബിയത്തുർ റഫീഅ നതീജത്തുൻ തുആമിലുൽ മർഉ മൽ മുജ്തമ, സമൂഹമായിട്ട് ഇടപഴകുന്നതിൻ്റെ റിസൾട്ടാണ്, അതിൻ്റെ ഒരു ഉൽപ്പന്നമാണ് മനുഷ്യന്റെ സ്വഭാവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹൃദയം സ്വഭാവം എന്ന് പറയുന്നത്. വനറ അന്നൽ ഫർദ വൽ മുജ്തമ ഫീ നഫ്സിൽ വഖ്ത് യൻതിജാനി വ യുഈദാനി ലിൻതാജ്, മനുഷ്യനും സമൂഹവും ഒരേ സമയത്ത് തന്നെ
പിന്നെ പ്രൊഡക്റ്റീവുമാണ്. ഈ പ്രൊഡക്ഷൻ പിന്നെ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അൽ ഫർദു യുൻഷിഉൽ മുജ്തമ, സമൂഹം വ്യക്തി സമൂഹത്തെ ഉണ്ടാക്കുന്നു. വൽ മുജ്തമ യുൻഷിഉൽ ഫർദ, സമൂഹം വ്യക്തിയെ നിർമ്മിക്കുന്നു. വയുഈദാനുൽ ഇൻഷാ വൽ ഇൻതാജ്, ഈ നിർമ്മാണവും പ്രൊഡക്ഷനും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. വഹാദിഹി നളിരിയ തുഅറഫ് ബിനളിരിയത്തി ബിനാഉൽ ഇൽമിൽ ഇജ്തിമാഇ, പിന്നെ ഇതാണ് നളിരിയത്തിൽ ബന്നാഇയ്യ എന്ന് പറയുന്നത്. വയഹ്മിലു റായത്തുഹ വൈഗോഡ്സ്കിയാണ് ഇതിൻ്റെ പിന്നെ കൊടി പിടിച്ചിരിക്കുന്നത്. വമിൻ അഹമ്മി മൗഹൂബാത്തി അഫ്കാരിഹി മിൻതഖത്തു തതവ്വുറുൽ ഖരീബ, അവരുടെ ഏറ്റവും വലിയ ഒരു പിന്നെ മൗഹൂബാത്താണ്, അതായത് ഒരു ലെവലാണ് ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഫഹവാ ഹാദിഹിൽ ഫിക്ര അന്ന ലികുല്ലി ഫർദിൻ മുസ്തവൽ മഖ്ദറ, എല്ലാവർക്കും മാക്സിമം ഒരു ലെവൽ ഉണ്ടാകും. യുംകിനുൽ വുസൂൽ ഇലൈഹി ബി മജ്ഹൂദാതിഹി അസ്സാത്തിയ, അവൻ്റെ സ്വയം പരിശ്രമത്തിലൂടെ എത്താൻ പറ്റുന്ന മാക്സിമം ലെവൽ. ബിസ്തിഖ്ദാമി മഖ്ദറാതിഹിൽ മൗജൂദ ലദൈഹിം, അവൻ്റെ കഴിവനുസരിച്ച്. മുസ്തവൽ മഖ്ദറ അൽ ഹാലിയ, ഇപ്പോൾ ഉള്ളൊരു അബിലിറ്റി ലെവൽ ഉണ്ടാവും. വമുസ്തവ ആഖർ ലാ യുംകിനുൽ വുസൂൽ ഇലൈഹി ഇല്ലാ ബി മുസാഅദത്തിൽ ആഖരീൻ, സ്വയമല്ല മറ്റുള്ളവരുടെ കഴിവുകൊണ്ട് മാത്രം എത്തിച്ചേരുന്ന മറ്റൊരു ലെവലും കൂടെ അയാൾക്കുണ്ടാവും. മുസ്തവൽ മഖ്ദറ അൽ കാമിന, അതാണ് പിന്നെ പൊട്ടൻഷ്യൽ അബിലിറ്റി ലെവൽ എന്ന് പറയുന്നത്. വഹുനാക മിൻതഖ തഖഅ ബൈന ഹാദൈനിൽ മുസ്തവൈൻ, ഈ പൊട്ടൻഷ്യൽ അബിലിറ്റിക്കും കറന്റ് അബിലിറ്റിക്കും ഇടയിലൊരു സ്ഥാനമുണ്ട്. വഹാദിഹിൽ മിൻതഖ യുസമ്മിഹ മിൻതഖത്തു തതവ്വുറുൽ ഖരീബ, അതാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. വൽ മഖ്സൂദ് മിന തർബിയ തഅഹീലു ത്വാലിബി ലിൽ വുസൂലി ഇലാ അഅലൽ മുസ്തവയാത്ത് അല്ലതി യുംകിനു അൻ യബ്ലുഗഹ ഫീ ഹാദിഹിൽ മിൻതഖ ബിമുസാഅദത്തിൽ ആഖരീൻ, മറ്റുള്ളവരുടെ സഹായത്തോടെ ഒരാൾക്ക് എത്തിച്ചേരാൻ പറ്റുന്ന മാക്സിമം ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ അബിലിറ്റിയിൽ എത്തുക എന്നുള്ളതാണ് ZPD. വഹുനാക യഅതി ദൗറുൽ മുഅല്ലിം വസ്സുമല, അപ്പോൾ ഇവിടെ പിന്നെ വിദ്യാർത്ഥി മാത്രം പോരാ, അധ്യാപകരും വേണം. വൽ ഔസിയ, രക്ഷിതാക്കളും വേണം. വൽ മുജ്തമ, സമൂഹം വേണം. വൽ മുഅല്ലിം യുസാനിദുഹു വയർഫഉഹു, പിന്നെ അധ്യാപകൻ അയാൾക്കൊരു സ്കഫോൾഡ് എനർജി ആയിട്ടാണ് പ്രവർത്തിക്കേണ്ടത്, ഒരു കൈത്താങ്ങായിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. ഇല അലൽ മുസ്തവയാത്ത്, അവൻ്റെ പിന്നെ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരാളായിട്ടാണ് അധ്യാപകൻ പ്രവർത്തിക്കേണ്ടത്. അല്ലത്തി യുംകിൻ അൻ യബ്ലുഗഹ ബിവാസിതതി ഇഷാറാതിഹി വബയാനാതിഹി വതൗജീഹാതിഹി വതസാഉലാതിഹി അൽ മുസീറ, അവൻ്റെ വളരെ ബുദ്ധിയെ ഉദ്ദീപിപ്പിക്കുന്ന രീതിയിലുള്ള അവൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ഈ കുട്ടിയെ ബുദ്ധി വളർച്ചയ്ക്ക് കാരണമാകുന്നു. വത്വാലിബ് യുഷാത്തിറു തജാറുബഹു വനതായിജു അമാലിഹി മഅ സുമലായിഹി, കുട്ടി അവൻ്റെ എക്സ്പീരിയൻസ് അവൻ്റെ മറ്റു സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുന്നു. വയുഹല്ലിലുൽ മുഅത്തിയാത്ത് വയൻതഖിദു ദാത്തിയൻ വയുഖവ്വിമു മസാറഹു ഹസ്ബൽ ലുസൂം, ആവശ്യത്തിനനുസരിച്ച് അവൻ്റെ ആ ലെവലിനെ അവൻ യൻതഖിദ് പുനഃപരിശോധന നടത്തുകയും ചെയ്യുന്നു. വലിൽ മുഅല്ലിം അൻ യുഹയ്യിഅ ലഹു ജവ്വൻ മുരീഹൻ ലിദ്ദിറാസത്തിൽ ഫരീഖിയ ബിത്തആവുൻ, അപ്പം പരസ്പര സഹകരണത്തിലൂടെ ഗ്രൂപ്പ് സ്റ്റഡിക്ക് വിദ്യാർത്ഥികളും പിന്നെ രക്ഷിതാക്കളൊക്കെ അവന് അവസരങ്ങൾ നൽകേണ്ടതുണ്ട്. വൽ മുശാറക മഅൽ ആഖിരീൻ, മറ്റുള്ളവരുമായി കൂടിച്ചേരാനും. വത്വാലിബ് യർആ ഫി അഫ്കാരിഹി, അങ്ങനെ കുട്ടി അവൻ്റെ ബുദ്ധിയിൽ അങ്ങനെ പിന്നെ എന്താ പറയുക, യർആ മേഞ്ഞു നടക്കട്ടെ. വയുഖാരിനുഹ മഅ തജാറുബിഹി ദാത്തിയ, അവൻ്റെ എക്സ്പീരിയൻസിന് അവൻ മുഖാരണത്ത് നടത്തട്ടെ, താരതമ്യം നടത്തട്ടെ. വനതായിജുൽ അൻഷിത്ത, അവൻ്റെ പിന്നെ പ്രവർത്തനങ്ങളുടെ റിസൾട്ടിനെയും. പിയാഷെ വൈഗോഡ്സ്കി ബ്രൂണർ കുല്ലുഹും യത്തഫിഖൂന അലാ അന്ന ത്വാലിബ് ഹുവല്ലദി യബ്നിയൽ ഇൽം, ഇങ്ങനെ പരസ്പരം ഇടപെടലുകളിലൂടെ കുട്ടിയാണ് വിജ്ഞാനം നിർമ്മിക്കുന്നത് എന്നതാണ് ഇവരുടെയൊക്കെ വാദം. വഇൻദമാ യക്തസിബു മഅലൂമാത് ജദീദ യഹ്ദുസു ഫുഖ്ദാനു തവാസുൻ ഫീ ബുനിയതിഹിൽ ഇൽമിയ, കുട്ടിക്ക് സ്വയം വിജ്ഞാനം നേടാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ ഒരു കഴിവ് കുട്ടിക്ക്, ആ കൺസ്ട്രക്റ്റിവിസം എന്ന ഒരു കഴിവ് കുട്ടിക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. وفيغورسكي يعتبر العمليات داخل الصف من الشروط اللازمة للدراسة ومن ضمنها الدراسة التعاونية. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കോഓപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. അതേപോലെ ദിറാസത്ത് ബിൽ മുഷാറക്ക, കൊളാബറേറ്റീവ്, പരസ്പരം സഹകരിച്ചുകൊണ്ടുള്ള പഠനം. വഗൈരിഹ മിന ദിറാസാത്തിൽ ഫരീഖിയ,
ഇങ്ങനെയുള്ള ഗ്രൂപ്പ് സ്റ്റഡികൾ. വഖുലാസത്തു ഹാദിഹി നദരിയ, നദരിയത്തുൽ ബനാഇയെ നമുക്ക് ഇങ്ങനെ സംഗ്രഹിക്കാം. തതിമു ദിറാസ വന്നുമുവുൽ ലുഗവി അൻ തരീഖി തആമുലിൽ ഇജ്തിമാഇ വസ്സഖാഫി, കൾച്ചറൽ ആൻഡ് സോഷ്യൽ ആക്ടിവിറ്റീസിലൂടെയാണ് കുട്ടി വിജ്ഞാനം നേടുന്നത്. അൽ-ളുറൂഫുൽ ഇജ്തിമാഇയ്യത്തു സദീദ മക്കാന മർമുഖ ഫി ദിറാസ, പഠനത്തിന് സാമൂഹിക അന്തരീക്ഷം വളരെ പ്രധാനമാണ്. അത്വാലിബ് യബ്നി അൽ ഇൽം, കുട്ടിയാണ് വിജ്ഞാനം കരസ്ഥമാക്കുന്നത്. യംബഗി ഇതാഹത്തുൽ ഫുർസ് ലിദ്ദിറാസ അൻ തരീഖിൽ ഇക്തിശാഫ്, കുട്ടിക്ക് സ്വയം കണ്ടെത്തി പഠിക്കാനുള്ള അവസരം കുട്ടിക്ക് നൽകണം. അൽ അമാലിൽ ഫരീഖിയ്യ വദ്ദിറാസത്തു തആവിനിയ്യ വദ്ദിറാസ ബിൽ മുശാറക, കോഓപ്പറേറ്റീവ് സ്റ്റഡി, അതേപോലെ കൊളാബറേറ്റീവ് സ്റ്റഡി, പിന്നെ ഗ്രൂപ്പ് സ്റ്റഡി, ഇതൊക്കെ ദൗറുൻ ബാലിഗുൻ ഫീ തഫ്ഈൽ ദിറാസ, പഠന പ്രവർത്തനത്തെ ആക്റ്റീവ് ആക്കുന്നതിൽ ഇതിനൊക്കെ പ്രധാനപ്പെട്ട പങ്കുകളുണ്ട്. ഇതോടുകൂടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.